ഇവിടെ ഇന്ത്യയിൽ പൈസ കിട്ടിയാൽ എങ്ങനെയാണ് യമനിലോ ദുബായിലോ ഒക്കെ എത്തിക്കുക നിയമപരമായിട്ട്? അത് മറ്റൊരു ചലഞ്ചാണ്. പിന്നെ ഒരു ചലഞ്ച് കാണുന്നത് ഇപ്പൊ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഉള്ളതാണെന്ന് അറിയിച്ചത്. അബ്ദുറഹീമിന്റെ കേസിൽ ഒരു ആപ്പ് ഉണ്ടായിരുന്നു, ഗൂഗിൾ പേ ഇതൊക്കെ ഈസി ആയിട്ട് ചെയ്യാറുണ്ട്, യൂസർ ഫ്രണ്ട്ലി ആയിരുന്നു. ഈ ബാങ്കിലേക്ക് അയക്കുമ്പോൾ പെട്ടെന്ന് കുറച്ച് കഴിയുമ്പോൾ ജാം ആവും, അത്ര ഒരു സ്പീഡ് കിട്ടാൻ വഴിയില്ല. അതൊക്കെ ഒരു ചലഞ്ച് ഉണ്ട്. അപ്പൊ ടെക്നിക്കൽ ആൻഡ് ലീഗൽ കാര്യങ്ങളൊക്കെ നിമിഷപ്രിയ സഹായ കമ്മിറ്റിയുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇതുവരെ എത്തിച്ചേർന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും എണ്ണപ്പെട്ട ദിവസങ്ങളാണ്. അതിനിടയ്ക്ക് ഞാൻ ഇവരുമായിട്ട് റിക്വസ്റ്റ് ചെയ്തു. ഇന്നാണ് ആ ചർച്ച വീണ്ടും ഉച്ചയ്ക്ക് നടന്നത്. ഇന്നലെ രാത്രി 2 പ്രാവശ്യം സംസാരിച്ചു. അങ്ങനെ പല ദിവസങ്ങളായിട്ട് ചർച്ച നടക്കുന്നുണ്ട്. കുറച്ചു ദിവസം നീട്ടി വെക്കൂ എന്നൊരു റിക്വസ്റ്റാണ് അവസാനം കൊടുത്തിട്ടുള്ളത്. അപ്പൊ അവര് പറഞ്ഞു, അവരുമായിട്ട് സംസാരിച്ചു, അത് സാധ്യമാകാൻ സാധ്യതയുണ്ട്, നീട്ടിവെക്കാൻ കുറച്ച് സമയം കൂടെ നീട്ടിത്തരാം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് അവർ പറയുന്നുണ്ട്, നിങ്ങളുടെ ഭാഗത്തുനിന്ന് സ്പീഡ് ആവുകയാണെങ്കിൽ ഞങ്ങൾ എത്രയും പെട്ടെന്ന് യമനിൽ നിന്ന് ബോർഡർ ക്രോസ് ചെയ്ത് ഒമാനിൽ എത്തിച്ചു തരാം നിമിഷപ്രിയയെ എന്ന്. അപ്പൊ ബോച്ചെ ഒമാനിൽ വന്നാൽ നിമിഷപ്രിയയെ അമ്മയെ കൂട്ടി വരാം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ചർച്ച ഇതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ നമുക്ക് ശ്രമിക്കാം. അതുപോലെ ഒരുപാട് പേര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളും മറ്റേ മന്ത്രിസഭയ്ക്കായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം. ഏതാണ് സാധ്യമാവുക എന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.